ഈ CPM-ന്റെ തണൽ പറ്റി നിൽക്കുന്ന ഒരു പ്രധാന ഘടകകക്ഷിയാണ് CPI. LDF-ലെ രണ്ടാമത്തെ കക്ഷിയുമാണ്. അത് CPM ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ CPI-യുടെ നിലനിൽപ്പ് തന്നെ ഇല്ല എന്നർത്ഥം. അത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. MM മണി പറയുന്നത് പോലെ ഇവർക്ക് ഏതെങ്കിലും ഒരു പഞ്ചായത്ത് വാർഡിലെങ്കിലും ഒറ്റയ്ക്ക് പോയി നിന്ന് മത്സരിച്ച് വിജയിച്ച് കാണിക്കാമോ എന്ന് MM മണിയുടേതായ ഒരു ഭാഷയിൽ അദ്ദേഹം എപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും CPIക്ക് ഒരു 17 MLA-മാർ കഴിഞ്ഞ തവണ 2021 ഉണ്ടായിരുന്നു എന്നുള്ളത് ഓർക്കണം. മുസ്ലിം ലീഗിന് UDF-ലെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന് 15 MLA-മാർ മാത്രമാണ് ഉണ്ടാകുന്നത്. ഈ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം LDF-ലേക്ക് 2021 വന്നപ്പോൾ മുഖം കറുപ്പിച്ചത് CPI-ക്കാരാണ്. കാരണം അവരുടെ രണ്ടാം സ്ഥാനം പോകുമോ എന്നുള്ളത്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരെ പുറത്തു വരുമ്പോൾ CPM-ന് പതനം സംഭവിക്കുമ്പോൾ അതിനേക്കാൾ മുന്നേ തന്നെ താഴേക്ക് പോകുന്ന ഘടകകക്ഷിയാണ് CPI. CPI ഇപ്പോൾ മത്സരിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് നാട്ടിക, അടൂര്, വൈക്കം, പട്ടാമ്പി, തൃശ്ശൂര്, പുനലൂര്, ചിറയൻകീഴ്, ഒല്ലൂര്, ചടയമംഗലം, കൊയിലാണ്ടി, പീരിമേട്, കൊടുങ്ങല്ലൂർ, കയ്പമംഗലം, നാദാപുരം, കാഞ്ഞങ്ങാട് എന്നീ മണ്ഡലങ്ങളിലാണ്. ഈ മണ്ഡലങ്ങളില് ഈ 17 MLA-മാരുണ്ട്. ഇവർ മത്സരിച്ചിരിക്കുന്ന മണ്ഡലങ്ങളിൽ കനത്ത പരാജയം നേരിടും. അതുപോലെ ചേർത്തലയുമുണ്ട്. ചേർത്തലയിൽ മന്ത്രി പ്രസാദാണ് മത്സരിച്ചിരിക്കുന്നത്. അപ്പോൾ CPIക്ക് വലിയ ദോഷം സംഭവിക്കാൻ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. CPIയെ സംബന്ധിച്ചിടത്തോളം CPM ഇല്ലാതെ നിലനിൽപ്പില്ല എന്നുള്ളതാണ്. CPM ഒരിക്കലും CPIയെ വളരാനും അനുവദിക്കത്തില്ല. അത് ഈ വൻമരത്തിന്റെ ചുവട്ടിൽ കഴിയുന്ന ചെറുവൃക്ഷങ്ങളുടെയോ ചെറിയ സസ്യജാലങ്ങളുടെയോ സ്ഥിതിയാണ് CPIക്കും ഉള്ളത്. എപ്പോഴും തെരഞ്ഞെടുപ്പിൽ കൂടുതൽ നഷ്ടം സംഭവിച്ചിട്ടുള്ളത് CPIക്കാണ്. അതായത് ഇപ്പോൾ തന്നെ തൃശ്ശൂരിലെ പാർലമെന്റിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ അവിടെ നഷ്ടം സംഭവിച്ചത് ആർക്കാണ്? അത് CPIക്ക് തന്നെയാണ്. VS സുനിൽകുമാർ ആയിരുന്നു അവിടുത്തെ CPIയുടെ സ്ഥാനാർത്ഥി. തിരുവനന്തപുരത്ത് CPIയുടെ സീറ്റാണ് പാർലമെന്റ്. CPI സ്ഥാനാർത്ഥി എത്രയോ കാലമായിട്ട് 3-ാം സ്ഥാനത്തേക്ക് പോവുകയാണ്. 3-ാം സ്ഥാനം എന്ന് പറഞ്ഞാൽ പോരാ, പടുകുഴിയിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ 2-ാം സ്ഥാനത്ത് നിൽക്കുന്നത് BJP-യാണ്. 2-ാം സ്ഥാനമെന്ന് മാത്രമല്ല, 1-ാം സ്ഥാനത്തിനോട് അടുത്ത് നിൽക്കുന്നു. വിജയത്തോളം എത്തുന്ന പരാജയമാണ് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ BJPക്കുള്ളത്. അപ്പോൾ ഇവിടെയും നഷ്ടം ആർക്കാണ്? CPIക്കാണ്. ഇത് പൊതുവെ CPM-കാർ CPIയെ അവഗണിക്കാറുണ്ട്. ഇവർ മത്സരിക്കുന്ന മണ്ഡലങ്ങളില് CPM പ്രവർത്തകർ അവിടെ ഉണ്ടാകത്തില്ല വർക്ക് ചെയ്യാൻ. ഇപ്പോൾ തിരുവനന്തപുരത്ത് പാർലമെന്റ് മണ്ഡലത്തിൽ CPI മത്സരിക്കുമ്പോൾ CPM പ്രവർത്തകരില്ല. അവർ പോകുന്നത് നേരെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി, CPM സ്ഥാനാർത്ഥിക്ക് വേണ്ടി പോകും. തൃശ്ശൂരിൽ വർക്ക് ചെയ്യാൻ ഇറങ്ങിയോ CPM-കാര്? അവരെല്ലാം വടകരയിൽ പോയി KK ശൈലജയെ വിജയിപ്പിക്കാൻ, അതല്ലെന്നുണ്ടെങ്കിൽ വടക്കോട്ടുള്ള മണ്ഡലങ്ങളിലേക്ക് പോയി. ഇത് സർവ്വസാധാരണമാണ്. ഇത് പണ്ട് മുതലേ ഉള്ളതാണ്. CPIക്ക് വേണ്ടി ആരും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് എന്താ, CPIക്കായിരിക്കും കൂടുതൽ ഇത്തവണ നഷ്ടം സംഭവിക്കാൻ പോകുന്നത്. പ്രതിപക്ഷത്തേക്ക് പോകുമ്പോൾ CPIയുടെ അംഗസംഖ്യ കുറയാൻ പോവുകയാണ്. പീരുമേട്ടിൽ പരാജയം ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. 2021 തന്നെ വാഴൂർ സോമൻ ഏതാണ്ട് 1300-ലധികം വോട്ടുകൾക്ക് മാത്രമാണ് വിജയിച്ചിരിക്കുന്നത്. ഇക്കുറി സിറിയക് തോമസ് തന്നെയാണ് മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. സിറിയക് തോമസ് എന്തായാലും CPIയുടെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തൃശ്ശൂരിൽ CPIയുടെ ഒരു തട്ടകമാണല്ലോ. അവിടെ BJP ശക്തമായ ത്രികോണ മത്സരം നടക്കുകയാണ്. 2021 കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച പത്മജ വേണുഗോപാൽ ഇപ്പോൾ അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്.
അവിടെ CPI-യിലെ വമ്പന്മാരെ മാറ്റി നിർത്തിയിട്ടാണ് ഈ ആലങ്കോട് ലീലാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളെ കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? ആ VS സുനിൽകുമാറിനെ നിങ്ങൾക്ക് വീണ്ടും രംഗത്തിറക്കാമായിരുന്നുവല്ലോ. സുനിൽകുമാറിനെ പോലുള്ള മികച്ച ഭരണപരിചയമുള്ള, ജനങ്ങളുമായിട്ട് സമ്പർക്കമുള്ള ഒരാളാണല്ലോ. ആലങ്കോട് ലീലാകൃഷ്ണൻ എന്ത് ബന്ധമാണ് ജനങ്ങളുമായിട്ടുള്ളത്? യുവകലാസാഹിതിയോ എന്താ മണ്ണാങ്കട്ടയുമായിട്ട് മാത്രം ബന്ധമെന്ന് പറഞ്ഞിട്ട്? അപ്പം ഈ ആലങ്കോട് ലീലാകൃഷ്ണനൊന്നും ജയിച്ചു വന്നിട്ട് ഒരു കാര്യവുമില്ല. ആലങ്കോട് ലീലാകൃഷ്ണന്റെ പരാജയമായിരിക്കും അവിടെ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ അത് കോൺഗ്രസിന് അനുകൂലമാകുമോ എന്നുള്ളത് നമ്മൾ കാത്തിരിക്കണം. എന്തായാലും CPI-യുടെ കയ്യിൽ നിന്ന് അത് പോകും. അതുപോലെ തന്നെയാണ് ഈ അടൂർ സംഭരണ മണ്ഡലം പത്തനംതിട്ട ജില്ലയിലെ, അതും CPI-ക്ക് നഷ്ടപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. മുൻപ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ കുത്തക മണ്ഡലമായിരുന്നു 1996 മുതൽ. പിന്നീടാണ് 2011 സംവരണ മണ്ഡലമായി മാറിയത്. പിന്നീട് ചിറ്റയം ഗോപകുമാറും പന്തളം സുധാകരനുമായിട്ട് മത്സരിച്ച് ചിറ്റയം ജയിച്ചു വരികയാണ് ചെയ്യുന്നത്. 2000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് ചിറ്റയം വിജയിച്ചിട്ടുള്ളത്. ഇക്കുറി അത് CPI-യുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും. അതുപോലെ തന്നെ കൊയിലാണ്ടിയിലും ഇതേ രീതി തന്നെയാണ്. കൊയിലാണ്ടിയില് CPI-യുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാനുള്ള എല്ലാ സാധ്യതയുമാണ്. കാരണം അവിടെ കോൺഗ്രസ് നേതൃത്വത്തിലെ K. അഭിജിത്താണ് മത്സരിക്കുന്നത്. കൂടാതെ കൊല്ലം ജില്ലയിലെ ഒരു മന്ത്രി മണ്ഡലമാണ് ചടയമംഗലം. ഒരു മന്ത്രി എന്നുള്ള രീതിയിൽ ചിഞ്ചുറാണി, CPI-യിലെ ചിഞ്ചുറാണി വൻ പരാജയമായിരുന്നു എന്നുള്ളത് രാഷ്ട്രീയത്തിന്റെ ആദ്യപാഠം മനസ്സിലാക്കിയിട്ടുള്ളവർക്കെങ്കിലും അറിയാൻ കഴിയുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് ചിഞ്ചുറാണിയിലൂടെ ചടയമംഗലം CPI-ക്ക് നഷ്ടപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തൃശൂർ ജില്ലയിലെ കയ്പമംഗലം മണ്ഡലം, തൃശൂർ ജില്ലയിലെ കയ്പമംഗലത്ത് നിന്ന് ടെനീസിനെ എടുത്ത് പറവൂരിൽ കൊണ്ടുവന്നു. എന്തിന്? VD സതീശനെ പിടിച്ചുകെട്ടാം എന്നുള്ള രീതിയിലാണ്. പക്ഷെ ടെനീസിന് അവിടെ പരാജയപ്പെടും. VD സതീശനെ പിടിച്ചുകെട്ടാൻ സാധ്യമല്ല. ടെനീസിനെ അവിടെ കയ്പമംഗലത്ത് നിർത്തിയിരുന്നുവെങ്കിൽ തന്നെ ആ മണ്ഡലം നിലനിർത്താമായിരുന്നു. ഇപ്പോൾ കയ്പമംഗലവും നഷ്ടപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെയാണ് വൈക്കം മണ്ഡലം. വൈക്കം CPI-യുടെ ആശ ആണ് മത്സരിച്ചുകൊണ്ടിരുന്നത്. ഇത്തവണ ആശ അല്ല മത്സരിക്കുന്നത്. കർഷകന്റെ ഒരു ആത്മഹത്യ പാർട്ടി ഓഫീസിനകത്ത് നടന്ന മണ്ഡലമാണ്. അത് CPI-ക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ഇടം കൂടിയാണ്. അതുപോലെ തന്നെ ചിറയിൻകീഴിൽ രമ്യ ഹരിദാസിനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അവിടെ ഇത് CPI-യുടെ ഒരു മണ്ഡലമാണ്. ചിറയിൻകീഴ് സംവരണ മണ്ഡലവുമാണ്. അപ്പോൾ രമ്യ ഹരിദാസിനെ പാട്ടും പാടി വിജയിപ്പിക്കാം എന്നുള്ള രീതിയിലാണ് കോൺഗ്രസിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ അവിടെ കോൺഗ്രസ് വിജയിക്കുമോ അതോ BJPക്ക് സാധ്യതയുണ്ടോ എന്നുള്ളതും കൂടി നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും CPI-യുടെ സ്ഥാനാർത്ഥി പരാജയപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ മണ്ഡലം, കൊടുങ്ങല്ലൂരും CPI-ക്ക് അത് നഷ്ടപ്പെടാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത്. VS അവിടെ തുടർച്ചയായിട്ട് CPI വിജയിച്ചു വരുന്ന ഒരു മണ്ഡലം കൂടിയാണ്. ചാത്തന്നൂർ, കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരിൽ വരുമ്പോൾ BJP ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന, BJPക്ക് ലഭിക്കാൻ പോകുന്ന ഒരു മണ്ഡലമെന്ന് പോലുമാണ് മറുനാടൻ സർവേയിൽ വന്നിരിക്കുന്നത്. അവിടെ കഴിഞ്ഞ 3 തവണയായിട്ട് BJP 2ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. ഇക്കുറി വിജയത്തിലേക്ക് പോകും. അപ്പോഴും അവിടെ നഷ്ടം CPI-ക്കാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ CPI-ക്ക് ഉണ്ടാകാൻ പോകുന്ന നഷ്ടമെന്ന് പറയുന്നത് വളരെ വലുതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.